എൻ്റെ ഒപ്പം നിൽക്കുന്നത് ആരാണെന്നല്ലേ? ഇദ്ദേഹം ഒരു സിനിമാ നടനാണോ ഗായകനാണോ എന്നൊക്കെ പ്രേക്ഷകർ സംശയിക്കുന്നുണ്ടാവും. അതിനേക്കാളൊക്കെ കട്ടിയേറിയ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. പേര് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തും. പേര് സുനിൽകുമാർ. വെൽക്കം സുനിൽകുമാർ. താങ്ക് യു. സുനിൽകുമാർ എന്ത് ചെയ്യുന്നു? ഞാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ സീനിയർ ക്ലർക്കാണ്. ഇവിടെ കൊച്ചി തന്നെയാണോ? കളമശ്ശേരി. അപ്പോൾ ഇദ്ദേഹം ഒരു BLO കൂടിയാണ്, ബൂത്ത് ലെവൽ ഓഫീസറാണ് അല്ലേ? അപ്പോൾ BLO ആയ പേരൊന്നുകൂടി സുനിൽകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സുനിൽകുമാർ, ഈ എന്യൂമറേഷൻ ഫോമിൽ ചില പ്രേക്ഷകർക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം. BLOമാരുടെ ജോലി സമ്മർദ്ദം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിശദീകരിച്ചു കൊടുത്ത് ഇവരെ കൊണ്ട് ഇത് കൃത്യമായിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പം എത്ര ദിവസമായി പണി തുടങ്ങിയിട്ട്? നവംബർ 4 തുടങ്ങിയതാണ്. നവംബർ 4 തുടങ്ങി. എന്നിത് അവസാനിപ്പിക്കണം ഡിസംബർ 4. ഒറ്റ മാസം സമയമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഒരു 1200ഓളം ആളുകളുടെ ഫോം എടുക്കണമായിരിക്കും അല്ലേ? 1600 വരെയുള്ള ബൂത്തുകളുണ്ട്. 1600 വരെയുള്ള ബൂത്തുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. 1600 ബൂത്തുകൾ എന്ന് പറയുമ്പോൾ ഒരു 10-400-500 വീടുകളെങ്കിലും കയറേണ്ടി വരും. ഒരു വീട്ടിൽ 5-6 ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നേരെ സമയം പാഴാക്കുന്നില്ല. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്യൂമറേഷൻ ഫോം ഉണ്ടെങ്കിൽ ആ എന്യൂമറേഷൻ ഫോം ഒന്ന് എടുത്തു വെച്ചോളൂ. ഈ സുനിൽകുമാർ അത് കാര്യമായി പ്രേക്ഷകരോട് വിശദീകരിച്ച് തരും എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രേക്ഷകരുടെ സംശയം മാറ്റാനും, 2 മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, ജോലി സമ്മർദ്ദം അനുഭവിക്കുന്ന BLOമാരുടെ പണിയൊന്ന് ലഘൂകരിക്കാനും വേണ്ടിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് BLOമാർ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്ന എന്യൂമറേഷൻ ഫോം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം. ഈ എന്യൂമറേഷൻ ഫോമിൻ്റെ ഈ ഭാഗത്ത് ആദ്യം പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവുന്നത് കയ്യിൽ കിട്ടുന്ന ഈ QR കോഡാണ്. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. ഒന്ന് വിശദീകരിക്കൂ, എന്താണ് ഈ QR കോഡ്? പ്രിയപ്പെട്ട വോട്ടർമാരെ, ഒരു BLO നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഫോം ഇങ്ങനെ ഇരിക്കും. ഇതിൽ തരുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, മറ്റു വിശദാംശങ്ങൾ ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവിടെ വരുന്നത് ഇപ്പൊ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതിന് ശേഷം അതോടൊപ്പം നമ്മുടെ ഫോട്ടോ ഇവിടെ ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഫോട്ടോ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും. അത് പഴയ വോട്ടർ കാർഡിലുള്ള ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ ആയിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ മേൽവിലാസം ഉണ്ടാവും അല്ലേ? അതെ. അതിനുശേഷം ഇതിവിടെ എന്താ ചെയ്യേണ്ടത്? നിലവിലെ ഫോട്ടോ നമുക്ക് പതിക്കണമെന്നാണ് പറയുന്നത്. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് പതിക്കണമെങ്കിൽ പതിക്കാം. അതായത് പുതിയ വോട്ടർ ID കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഫോട്ടോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ ഫോട്ടോ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ കയ്യിൽ പുതുതായിട്ട് എടുത്ത ഫോട്ടോ ഇല്ലെന്ന് കരുതുക, നിങ്ങളുടെ പതിപ്പിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കില്ല അല്ലേ? അപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പുതിയ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ പതിക്കുക. ഇല്ലെങ്കിൽ പഴയ ഫോട്ടോ എവിടെ ഉണ്ടാവും, അത് ഓൾറെഡി ഉണ്ടാവും. പഴയ ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആയിരിക്കും അല്ലേ? വളരെ പഴകിയ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ മാറ്റുന്നതാണ് നല്ലത്. കാര്യം തിരിച്ചറിയൽ നിങ്ങളുടെ 18ാമത്തെ വയസ്സിലേക്ക് എടുത്ത ഫോട്ടോ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10-38 വയസ്സുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രൂപം തന്നെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണല്ലോ. തിരിച്ചറിയാ കാർഡല്ല, തിരിച്ചറിയൽ കാർഡാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഫോട്ടോ നിങ്ങൾ പതിപ്പിച്ചു, ഇവിടെ നിങ്ങൾ പേര് കണ്ടു, അതിനുശേഷം നമ്മുടെ ആദ്യത്തെ വരി വോട്ടറുടെ ജനനത്തീയതി പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ കൈപ്പടയിൽ പൂരിപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കൈപ്പടയിൽ പൂരിപ്പിക്കണം. നിങ്ങളുടെ കൈപ്പടയിൽ എന്ന് വെച്ചാൽ അവിടെ വൃത്തിയായിട്ട് എഴുതാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ കൈപ്പടയിൽ. മറ്റൊന്ന്, ഇപ്പൊ ജനനത്തീയതി നമ്മളിവിടെ കൊടുക്കുന്നു. ഇതിൽ വളരെ പ്രായമായ ആളുകൾ ഇപ്പോൾ ജനനത്തീയതി വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. വളരെ 70-80 വയസ്സുള്ള ആളുകൾക്ക് അവരുടെ തീയതി ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ആ വർഷമാണ്, വർഷം മതി. അവരുടെ ആധാർ കാർഡിൽ മിക്കവാറും വർഷം കാണും. ആ ഇയർ എഴുതുക എന്നുള്ളതാണ് ആധാർ കാർഡിലെ വർഷം. തീർച്ചയായിട്ടും. അപ്പം ഭൂരിഭാഗം വീട്ടിൽ ചെന്നാൽ തരുന്നത് ആധാർ കാർഡാണ് വെച്ചോണ്ടാണ് എഴുതുന്നത്. അതിൽ അവരുടെ വർഷം കാണും. ആ വർഷം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുത്തശ്ശി അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും പ്രായം ചെന്ന ആൾക്ക് കൃത്യമായ ജനനത്തീയതി ഓർമ്മയില്ലെങ്കിൽ ആധാർ കാർഡിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ വർഷം ഇവിടെ രേഖപ്പെടുത്തുക. അതല്ലാത്ത ആളുകൾ നിങ്ങളുടെ ജനനത്തീയതി രേഖപ്പെടുത്തുക. രണ്ടാമത്തത് ആധാർ നമ്പർ എഴുതുക എന്നുള്ളതാണ്. അതും ഓപ്ഷണൽ ആയിട്ടാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷണലാണ്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ആധാർ കാർഡ് നമ്പർ എഴുതി എടുക്കേണ്ട. ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ആ നമ്പർ എവിടെ എഴുതിക്കോളൂ, രണ്ടാമത്തെ കോളത്തിൽ. ഇനി നമ്പർ ഇല്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട, അതൊരു ഓപ്ഷണലാണ്. മൂന്നാമത്തത്, മറ്റൊന്ന് പിതാവിന്റെ പേര്, സ്വന്തം വോട്ടറുടെ പിതാവിന്റെ പേര് ഇവിടെ എഴുതുക. ഈ ഫോമിൽ രണ്ടാമതൊരു ലൈൻ കൂടി വന്നിട്ടുണ്ട്. പിതാവ് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഫോമിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. പിതാവിന്റെ പേര് എഴുതുക. അതിന്റെ താഴെ പിതാവിന്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ഇലക്ഷൻ ID കാർഡ് ഉണ്ട്. അതിലെ നമ്പർ ഇവിടെ എഴുതുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിതാവിന്റെ വോട്ടറുടെ പിതാവിന്റെ പേര്, അതിന്റെ താഴെ പിതാവിന്റെ ഇലക്ഷൻ ID കാർഡ് നമ്പർ എഴുതുക. അപ്പോൾ ഇതിനകത്ത് എൻ്റെ സംശയം അതല്ല, ഇനി പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ ഇല്ല എന്ന് കരുതുക, എന്ത് ചെയ്യും? ലഭ്യമെങ്കിൽ എഴുതുവാനാണ് സൂചിപ്പിച്ചത്. ലഭ്യമെങ്കിൽ മതി. അപ്പോൾ അതിനകത്ത് ടെൻഷൻ വേണ്ട. അച്ഛന്റെ നമ്പർ ഇല്ല, അതായത് തിരിച്ചറിയൽ കാർഡ് നമ്പർ ഇല്ലെങ്കിൽ ടെൻഷൻ വേണ്ട, അത് എഴുതണമെന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ എഴുതാം. മറ്റൊന്ന് മാതാവിന്റെ പേര്, വോട്ടറുടെ മാതാവിന്റെ പേര് നമ്മൾ എഴുതണം. നേരത്തെ പറഞ്ഞതുപോലെ മാതാവിന്റെയും എപ്പിക് നമ്പർ നമ്മളിവിടെ താഴെ പൂരിപ്പിക്കണം. ഇനി ഇല്ലെങ്കിൽ എഴുതണ്ട, ഉണ്ടെങ്കിൽ എഴുതുക. മറ്റൊന്ന്
പങ്കാളിയുടെ പേര്, അതായത് വോട്ടർ ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈത പങ്കാളിയുടെ പേര് എഴുതുക. ഈത പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവിടെ പൂരിപ്പിക്കുക. ഓക്കെ, അത് കൃത്യമായിട്ട് പൂരിപ്പിച്ചോണം. നിങ്ങൾ എന്തായാലും ഭാര്യയുടെയൊക്കെ എപ്പിക് നമ്പർ ഉണ്ടാവും, മിക്കവാറും വീടുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. ലഭ്യമെങ്കിൽ, ഇതെല്ലാം ലഭ്യമെങ്കിൽ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട എന്ന് കരുതി, സമയം ഇല്ല എന്ന് കരുതി നിങ്ങൾ മടക്കി വെക്കേണ്ട. പൂർണ്ണമായിട്ടും അത് പൂരിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒരു പൗരധർമ്മമല്ലേ. അപ്പോൾ അടുത്തത് അവസാന SIR-ന്റെ വോട്ടർ പട്ടിക. ഈ 2 കോളമാണ് കൺഫ്യൂഷൻ. ഇവിടെയാണ് പലപ്പോഴും വോട്ടർമാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. അവസാന SIR-ന്റെ വോട്ടർ പട്ടിക ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ. അതായത് 2002 വോട്ടർ പട്ടിക മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ ആ SIR ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ 2002 ഇപ്പോൾ ഒരു ഈ ഫോം പൂരിപ്പിക്കുന്ന വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ ഉള്ളതാണോ എന്ന് പരിശോധിക്കും. അതെങ്ങനെ അറിയും? ആ 2002 വോട്ടർ പട്ടിക വോട്ടറുടെ കയ്യിൽ കാണില്ല, അത് BLOയുടെ കയ്യിൽ കാണും. BLOയുടെ കയ്യിൽ കാണും. ഞാനിപ്പോ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്റെ അടുത്ത് ആര് പറയും? BLOയോട് ചോദിച്ചാൽ BLO വ്യക്തമാക്കി തരും. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഒരു 2002 വോട്ടർ പട്ടിക നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വോട്ടർക്ക് അതിൽ കയറി അവരുടെ ജില്ലയും അസംബ്ലി മണ്ഡലവും ബൂത്ത് ഉൾപ്പെടെ സെലക്ട് ചെയ്തുകൊണ്ട് പേരിൻ്റെ ഒരു ഭാഗം വെച്ചുകൊണ്ട് ശ്രമിച്ചാൽ, സെർച്ച് ചെയ്താൽ 2002 വോട്ടർ പട്ടിക നമ്മുടെ പേരുണ്ടോ നമുക്ക് അറിയാൻ കഴിയും ഒരു വോട്ടർക്ക്. അതല്ലെങ്കിൽ വീട്ടിൽ വരുന്ന BLOനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറയുന്ന 2002 വോട്ടർ പട്ടിക കാണും. ആ വോട്ടർ പട്ടിക നിങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. BLO വരുന്ന സമയത്ത് BLOയോട് ചോദിക്കുക, ഈ വീട്ടിൽ ആരൊക്കെയാണ് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്, ഇല്ലാതിരുന്നത്. ഇപ്പൊ 2002 വോട്ടർ പട്ടികയിൽ ഇപ്പൊ 2002 ശേഷം കല്യാണം കഴിച്ചൊക്കെ വന്നിട്ടുള്ളവരുണ്ടാവുമല്ലോ. തീർച്ചയായും അങ്ങനെ വന്നാൽ അവരിവിടെ വരുമ്പോൾ ഇപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കും. അല്പം പ്രായമുള്ള ആളുകൾ, ഒരു 45 വയസ്സുള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ മിക്കവാറും ഈ പറയുന്ന 2002 വോട്ടർ പട്ടിക. പക്ഷേ അതിനുശേഷം വരുന്ന ഇപ്പം ഈ 2010 ശേഷം കല്യാണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 20 ശേഷം കല്യാണം കഴിച്ചവര്, അതായിട്ട് വരാം. വോട്ടർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പേര് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടോന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ആ ഭാഗം ആദ്യം പറയാം. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എഴുതണം. ഇപ്പൊ എന്റെ പേര് പഴയ വോട്ടർ പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ എന്റെ പേര് ഇവിടെ എഴുതണം, വോട്ടറുടെ പേര് ഇവിടെ എഴുതണം. അദ്ദേഹത്തിന്റെ 2002 വോട്ടർ പട്ടികയിലെ എപ്പിക് നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. ഉള്ള നമ്പർ അല്ല. ഈ 2 പോർഷൻ എന്ന് പറയുന്നത് 2002 വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെയും ഇത് എങ്ങനെ കിട്ടും നമുക്ക്? ആ വോട്ടർ പട്ടികയിൽ ഈ പറയുന്ന നമ്മുടെ എപ്പിക് നമ്പർ കാണാം. അത് പഴയ നമ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അതിരിക്കുന്ന BLOയുടെ കയ്യിലായിരിക്കില്ലേ? BLOയുടെ അടുത്താണ്. BLOയോട് ചോദിച്ചാൽ BLO പോകുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് പൂരിപ്പിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഈ പറയുന്ന എന്യൂമറേഷൻ ഫോമിൽ, എല്ലാ എന്യൂമറേഷൻ ഫോമിലും അതാത് സ്ഥലത്തെ BLOയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും ഈ പറയുന്ന ഡീറ്റെയിൽസ് കിട്ടും. അതല്ലെങ്കിൽ അപ്പോൾ വോട്ടറുടെ പേര് പൂരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ പഴയ 2002 വോട്ടർ പട്ടികയിലെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ, 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ 2002 വോട്ടർ ID കാർഡ് നമ്പർ ഇവിടെ. ചിലർക്ക് അത് കാണില്ല, വോട്ടർ പട്ടിക ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെ പൂരിപ്പിക്കേണ്ടതില്ല. അതിനുശേഷം കുഴപ്പമൊന്നുമില്ല. പിന്നെ ബന്ധുവിന്റെ പേര് 2002 വോട്ടറുടെ ബന്ധുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ കാണും. മിക്കവാറും അച്ഛൻ്റെ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അന്ന് വിവാഹം കഴിച്ചു വന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ ഭർത്താവിന്റെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിതാവാണെങ്കിൽ പിതാവിന്റെ പേര് എഴുതുക, ബന്ധം പിതാവ് എന്ന് എഴുതുക. ഇപ്പൊ സുമതി എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ബന്ധുവിന്റെ പേര് സുശീലൻ, ബന്ധം എന്താണ് ഭർത്താവാണെങ്കിൽ എഴുതുക. ജില്ല കൺഫ്യൂഷൻ വരും. ഇത് ആരുടെ ബന്ധമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ചോദിക്കും. ഭർത്താവിന്റെ പേര് നിങ്ങളുടെ വോട്ടർ പട്ടികയിലുള്ളത് സുശീലയുടെ പേരാണ്, ബന്ധുവിന്റെ പേര് നിങ്ങൾ സുശീലൻ എഴുതിയാൽ ആ ബന്ധമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് എഴുതണമെന്നില്ല, ഭർത്താവെന്ന് എഴുതിയാൽ മതി. നിങ്ങളുടെ ആരാണ് ഇയാൾ എന്ന് എഴുതിയാൽ മതി. അതിനുശേഷം ജില്ല, എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളം ജില്ല എന്ന് എഴുതുക. സംസ്ഥാനത്തിന്റെ പേര് കേരളം. നിയമസഭാ മണ്ഡലം, ഇപ്പൊ ഇവിടെ തൃക്കാക്കര മണ്ഡലമാണെങ്കിൽ തൃക്കാക്കര എന്ന് പൂരിപ്പിക്കുക. ആ നിയമസഭാ മണ്ഡലം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ BLO എടുത്ത് ചോദിച്ചാൽ മതി. 2-3 കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് BLO മാനത്ത് ചോദിച്ചു വെക്കണം. 1, 2002 വോട്ടർ പട്ടികയിൽ ഞാനുണ്ടോ. 2, അന്നത്തെ എൻ്റെ എപ്പിക് നമ്പർ എത്രയാണ്. 3, എൻ്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരെന്താണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ചോദിക്കുക. 3 കാര്യങ്ങൾ. ഓക്കെ, അതങ്ങനെ പൂരിപ്പിച്ചു. ഇനിയിപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ഇവിടെയാണ്, നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ. ഇതെങ്ങനെ അറിയും? ഇത് 2002 വോട്ടർ പട്ടികയിൽ ഒരു വോട്ടറുടെ പേര് കാണുമല്ലോ. ആ വോട്ടറുടെ പേരിന്റെ ഇടതുവശത്ത് ആ വോട്ടർ പട്ടിക ആദ്യത്തെ 3 കോളമുണ്ട്. ആ വോട്ടർ പട്ടികയുടെ ആദ്യത്തെ 3 കോളം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പറയുന്ന വോട്ടറുടെ പേര് വരുന്നത്. ഏറ്റവും ഇടത് ഭാഗത്തുള്ള 3 കോളം, അത് ആദ്യത്തെ എന്ന് പറയുന്നത് അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ കോഡാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിനൊന്ന് പറഞ്ഞാൽ, ഇപ്പോ
എറണാകുളത്തിന്റെ അല്ലെങ്കിൽ കുന്നത്തുനാടാണെങ്കിൽ 84 പുതിയ കോഡ്. പഴയ വോട്ടർ പട്ടികയിൽ അത് 78. ആ പഴയ വോട്ടർ പട്ടികയിലെ 78 എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ നമ്പർ ആ വോട്ടർ പട്ടിക കാണും. അതും ചോദിക്കണം. തീർച്ചയായിട്ടും അത് പറഞ്ഞുതരും. അത് ഇപ്പൊ ഭൂരിഭാഗം ആളുകൾക്ക് വിളിച്ചു ചോദിച്ചാൽ വേണമെങ്കിൽ സഹായിക്കുന്നുണ്ട്. അവർ ഫോട്ടോ എടുത്ത് ഇവിടെ ഈ പോർഷൻ അയച്ചു തരും, വോട്ടർ പട്ടിക പോർഷൻ അയച്ചു തരും. അപ്പോൾ ആ നമ്പർ ഇവിടെ എഴുതണം. ആദ്യത്തെ കോളത്തിലെ നമ്പർ 78 എന്ന് എഴുതുക. ഭാഗം നമ്പർ 78 എല്ലാവരും എഴുതി. കുന്നത്തുനാടിന് മാത്രം ബാധകം. കുന്നത്തുനാടാണെങ്കിൽ 78 പഴയ കോഡ് 2002 ഭാഗം നമ്പർ എഴുതണം. അതായത് ബൂത്ത് നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. ബൂത്ത് നമ്പർ. ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൂത്ത് നമ്പർ. ഇപ്പൊ 1 നിങ്ങളുടെ ബൂത്ത് നമ്പർ എങ്കിൽ 1 എഴുതണം. ക്രമ നമ്പർ വോട്ടർ പട്ടികയിൽ വോട്ടർ എത്രാമതാണ് കിടക്കുന്നത് സീരിയൽ നമ്പർ ആ നമ്പർ. അതാ വോട്ടർ പട്ടികയിൽ നിങ്ങൾ 72ാമത്തെ വോട്ടർ പട്ടികയിലുള്ള പട്ടികയിൽ 72ാമത് കിടക്കുന്നതാണെങ്കിൽ 72 എന്ന് എഴുതണം. ഈ കാര്യത്തിൽ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. 2002 വോട്ടർ പട്ടികയിലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, അതിലെ ഭാഗം നമ്പർ എന്ന് വെച്ചാൽ ബൂത്ത് നമ്പർ. ഭാഗം നമ്പർ എന്നൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊന്ന് കുഴപ്പിച്ചതാ. ബൂത്ത് നമ്പർ എന്ന് എഴുതിയാൽ മതിയായിരുന്നു, മനുഷ്യർക്ക് മനസ്സിലായത്. ക്രമ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ സീരിയൽ നമ്പറാണ്. ഇത്രയും നിങ്ങൾ എഴുതി. ഇത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ കാര്യമാണ്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ എന്ത് ചെയ്യണം? സുൽകുമാർ എന്ന് വിശദീകരിക്കും. സുനിൽ, ഇതിപ്പോ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ആരാ പൂരിപ്പിക്കേണ്ടത്? രണ്ടാമത്തെ കോളം എന്ന് പറയുന്നതും വോട്ടർ തന്നെ പൂരിപ്പിക്കണം. മുൻ കോളത്തിൽ അതാണ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. മുൻ കോളത്തിൽ അവസാന SAR നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ 2002 വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ അന്ന് 18 വയസ്സായി കാണില്ല. 2002 18 വയസ്സാണ്. ഇത് പൂരിപ്പിക്കേണ്ടത് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാണ്. അവിടെ ഈ പറയുന്ന നമ്മുടെ ബന്ധുവിന്റെ പേര്, ബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് രക്തബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പേർ, സ്വന്തം പേര്, ഈ വോട്ടറുടെ പേർ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരന്മാരുടെയോ പേര് വോട്ടർ പട്ടികയിൽ കാണാം. അപ്പം അങ്ങനെയെങ്കിൽ ആ ഭാഗം അവരുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. അച്ഛന്റെ പേര് എഴുതി. ഒരു ഉദാഹരണത്തിന് എന്റെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഇല്ല. കാരണം അന്ന് എനിക്ക് 18 വയസ്സായിട്ടില്ല. വോട്ടർ പട്ടികയിൽ പേരില്ല. ചിലപ്പോൾ പ്രായമായിട്ട് കാണും. നമ്മളിപ്പോൾ വിദേശത്തായിരുന്നെങ്കിൽ ഇവിടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന കാണില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മളെ പ്രായമുള്ള നമ്മുടെ സഹോദരന്മാരുടെ പേര് ചിലപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. ഗംഗാധരൻ എന്ന പേര് എഴുതി. എന്നിട്ട് അച്ഛന്റെ എപ്പിക് നമ്പർ, അങ്ങനെയാണ് അച്ഛന്റെ പേര് ഇവിടെ എഴുതണം. അച്ഛന്റെ പേര് അല്ലല്ല, ബന്ധുവിന്റെ വിശദാംശങ്ങളാണ്. അപ്പൊ ബന്ധു എന്ന് പറയുന്നത് അച്ഛനാണെങ്കിൽ അച്ഛന്റെ പേര് ഇവിടെ എഴുതണം. അതിന്റെ താഴെ ആ വോട്ടർ പട്ടികയിലെ അച്ഛന്റെ വോട്ടേഴ്സ് ID നമ്പർ അവിടെ എഴുതണം. അതിന്റെ താഴെ അച്ഛന്റെ ബന്ധുവായ വോട്ടർ പട്ടികയിൽ കിടക്കുന്നത് ആരാണോ എന്ന് നോക്കണം. മിക്കവാറും അച്ഛന്റെ അച്ഛനായിരിക്കും. വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാണേ. അപ്പോൾ അച്ഛന്റെ ഇവിടെ പേര് എഴുതണം. ബന്ധം എഴുതുമ്പോൾ ഈ പറയുന്ന അച്ഛനും ഈ വോട്ടറും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം, അതായത് നമ്മുടെ മുത്തശ്ശനാണെന്ന് എഴുതരുത്. അല്ലല്ല, ഈ അച്ഛന്റെ അച്ഛനാണ്. അപ്പോൾ പിതാവെന്ന് എഴുതണം. അപ്പൊ പിതാവെന്ന് എഴുതണം. സാധാരണ ഇതിൽ തെറ്റുപറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതുന്നത് ഇപ്പൊ ദാമോദരൻ എന്ന് എഴുതി. ഇവിടെ ബന്ധുവിന്റെ പേര് ദാമോദരന്റെ അച്ഛൻ ഗംഗാധരന്റെ പേര് എഴുതി. എന്നിട്ട് അപ്പൊ ഗംഗാധരൻ ആരായിട്ട് വരും? എന്റെ അപ്പൂപ്പനായിട്ട് വരുമല്ലോ. അല്ലെ മീൻസ് ഈ എഴുതാനുള്ള ആളുടെ അപ്പൂപ്പനായിട്ട് വരുമല്ലോ. ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ എന്ന് എഴുതരുത്. പകരം ഇവിടെയുള്ള നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ മുത്തശ്ശനും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത്. ആ വോട്ടർ പട്ടികയിൽ എങ്ങനെ കിടക്കുന്നു, 2002 വോട്ടർ പട്ടികയിൽ എങ്ങനെ കിടക്കുന്നു അതേ രീതിയിൽ അവിടെ എഴുതണം. എന്നിട്ട് ജില്ല ഏതാണ് ആ ജില്ല എഴുതണം. നേരത്തെ സൂചിപ്പിച്ച നിയമസഭാ മണ്ഡലത്തിന്റെ പേര്. ഇത് ആരുടെയാണ്? അച്ഛന്റെ ആണ് അല്ലേ? തീർച്ചയായിട്ടും അച്ഛന്റെ വോട്ടർ ID വേണം 2002. ഇപ്പൊ അച്ഛന്റെ വോട്ടർ ID ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വോട്ടർ ID ഇല്ലെങ്കിൽ വേണ്ട എഴുതണ്ട, ലഭ്യമെങ്കിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ എഴുതണ്ട. എഴുതുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് അച്ഛന്റെ എങ്ങനെ അറിയും? അച്ഛന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടല്ലോ. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും. വോട്ടർ പട്ടികയിൽ തീർച്ചയായിട്ടും ആ മണ്ഡലം ഉണ്ടാവും. ഭാഗം നമ്പർ പോലെ തന്നെ രീതിയിൽ അവിടെ പൂരിപ്പിക്കുക. ഇവിടെ ഒരു സംശയം വരാൻ പോകുന്നത്, ഇപ്പം ഇത് പ്രേക്ഷകർക്ക് തെറ്റിദ്ധരിക്കാൻ പോകുന്നത്, ഇവിടെ ഒരു പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് മുൻകോളത്തിൽ അവസാന SIR പേര് നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം പൂരിപ്പിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് പൂരിപ്പിച്ചാൽ മതി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പൂരിപ്പിക്കുക. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പൂരിപ്പിക്കുക. തീർച്ചയായിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു. അവസാന SIR ഇല്ലാത്തവർ മാത്രം പൂരിപ്പിക്കാനുള്ളതെന്ന് എഴുതിയത് കുറച്ചുകൂടി മനസ്സിലായത്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവിടെയാണ് BLO ചെയ്യുന്ന റോള്. BLO പറഞ്ഞു വിശദീകരിക്കണം. ഇത് ആകെ എഴുതി കോംപ്ലക്സ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. മുൻകോളത്തിൽ അവസാന SIR പേര് നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ. ടെൻഷൻ അടിക്കേണ്ട, 2002 ഇല്ലെങ്കിൽ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2002 ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പൂരിപ്പിക്കുക. ഈ പോർഷൻ എല്ലാവരും പൂരിപ്പിക്കണം. ഈ പോർഷൻ പൂരിപ്പിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പൂരിപ്പിക്കുക. സ്വന്തം പേരുണ്ടെങ്കിൽ ഇതിൽ, ഇല്ലെങ്കിൽ ബന്ധുവിന്റെ പേര്. എന്നിട്ട് ഇതിന് ശേഷം പിന്നെ വേറെ എന്താ ഉള്ളത്? വേറെ ഒപ്പിടേണ്ട കാര്യമുണ്ട്. ഒപ്പിടേണ്ടതുണ്ട്. നമ്മൾ ഒപ്പിടണം. നമ്മൾ ഒപ്പിടണം. അത് വോട്ടർ ഇതിവിടെ ഉണ്ട്. വോട്ടറുടെയോ കുടുംബത്തിന്റെയോ ഒപ്പ്
അതിന്റെ അടയാളം സൂചിപ്പിക്കുക തീയതിയോടൊപ്പം. ഓക്കെ, എന്നിട്ട് ഇവിടെ BLO ഒപ്പിട്ട് ഇത് ഒരു വോട്ടർക്ക് 2 പകർപ്പ് ഫോമാണ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒരു ഫോം നമ്മൾ തിരിച്ച് BLO കൊണ്ടുപോകും, ഒരെണ്ണം അവരുടെ അക്നോളജ്മെന്റിന് വേണ്ടി അവർക്ക് കൊടുക്കും, നമ്മൾ സൂക്ഷിക്കുക, BLO ഒപ്പിട്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വോട്ടർ ID കാർഡ് നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾ വോട്ടർ പട്ടികയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ BLO ഒപ്പിട്ട് തന്നേക്കുന്ന കടലാസുമായിട്ട് വേണം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കാൻ. നമ്മൾ വീട് കയറി ഇപ്പോൾ വേറൊരു സംശയം കൂടി പറഞ്ഞത്, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു സ്ത്രീ അങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് വിചാരിക്കാം, എറണാകുളത്തേക്ക് കല്യാണം കഴിച്ചു, സുമതിയെ എറണാകുളത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ പറയുന്ന സുമതി പൂരിപ്പിക്കുന്നത് അച്ഛന്റെ ഡീറ്റെയിൽസ് വെച്ചാണെങ്കിൽ, അദ്ദേഹത്തിന്റെ അച്ഛന്റെയോ അമ്മയോ ഡീറ്റെയിൽസ് വെച്ചാണെങ്കിൽ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത്. അവിടുത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതണം. അതായത് അച്ഛൻ എവിടെയാണോ അന്നുണ്ടായിരുന്നത് 2002, അപ്പൊ കൊല്ലം എഴുതണം, കൊല്ലത്തിന്റെ നമ്പർ എഴുതണം. അത് എവിടെ നിന്നാണോ നിങ്ങൾ കല്യാണം കഴിച്ചു വന്നത് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി പ്രേക്ഷകരുടെ ചില ജനറൽ ആയിട്ടുള്ള സംശയങ്ങളുണ്ട്, നമുക്കൊന്ന് പരിഹരിക്കാം. പിതാവിന്റെ എപ്പിക് നമ്പർ ഏത് വർഷത്തെയാണ് എന്നാണ് ചോദ്യം. അതായത് ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് പിതാവിന്റെ എപ്പിക് നമ്പർ എഴുതണമല്ലോ, തീർച്ചയായും ഇത് ഏത് വർഷത്തെ? അത് 2002 എഴുതണോ അതല്ല 2000 ലേറ്റസ്റ്റ് വേണോ? 2002 താഴ്ഭാഗം, അതായത് മോൾ ഭാഗം വെച്ച് ഈ 2 സൈഡിൽ പൂരിപ്പിക്കേണ്ടത് മുഴുവൻ 2002 വിവരങ്ങളാണ്. ഇത് പക്ഷേ പൂരിപ്പിക്കേണ്ടത് ഏറ്റവും നിലവിലത്തെ വിവരങ്ങൾ. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, താഴെ 2002 ഏത് വോട്ടർ പട്ടികയിലെ വിവരമാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ്. അത് 2002 അല്ലേ? തീർച്ചയായിട്ടും താഴ്ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് മുഴുവൻ 2002 വിവരങ്ങളാണ്. മോളിലത്തെ ആണെങ്കിൽ ഇപ്പോഴും നിലവിലുള്ള വിവരങ്ങളാണ്. ഇനി ഫോമിൽ ഫോട്ടോ ഒട്ടിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ ആദ്യം വിശദീകരിച്ചു. ഫോമിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ, നല്ല പുതുതായിട്ട് എടുക്കുന്ന വൃത്തിയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കുന്നതാണ് നല്ലത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ, ഒരു കളർ പടമൊക്കെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ അത് ഇവിടെയാണ് നിങ്ങൾ ആ പുതിയ ഫോട്ടോ പൂരിപ്പിച്ച് വെക്കേണ്ടത്. ഏതു ഭാഷയിൽ എഴുതണം എന്നുള്ളതാണ്. ഏത് ഭാഷയിൽ എഴുതണം? മലയാള ഭാഷയിലാണ് ഇപ്പോൾ പൂരിപ്പിച്ചു വരുന്നത്. കാരണം നിലവിലെ വോട്ടർ പട്ടിക, തെരഞ്ഞെടുപ്പ് രേഖകളെല്ലാം കാണുന്നത് മലയാളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ പേര് മലയാളത്തിൽ തന്നെ എഴുതുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് പ്രസ്താം എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് എഴുതണം. ഒരു ആളുടെ പേര് മുഹമ്മദ് കുഞ്ഞ്, അത് മലയാളത്തിൽ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ചിലപ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോവാം. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ പൂരിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ തന്നെ പൂരിപ്പിക്കാം. മുഹമ്മദ് കുഞ്ഞ് അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്നുള്ളത് മലയാളത്തിൽ തന്നെ എഴുതുന്നതാണ് വൃത്തി. ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയാലും തിരസ്കരിക്കില്ല, പക്ഷെ മലയാളത്തിൽ എഴുതുന്നതാണ് മലയാളമാണ് നല്ലത്, സേഫ് ആയിട്ടുള്ള കാര്യം. ഇനി 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും നിലവിൽ ജീവിച്ചിരിക്കുകയും ചെയ്യാത്ത ആളുകളുടെ വിവരം എങ്ങനെയാണ് ചേർക്കുക? ഇപ്പോൾ 2002 ഇപ്പോൾ എൻ്റെ ഒരാളുടെ മുത്തശ്ശൻ 2022 മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം 2002 എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല. എന്ത് ചെയ്യും? അപ്പോൾ മറ്റേ ഈ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ അയാളുടെ പേര് കാണും. അപ്പോൾ അയാൾ അത് പൂരിപ്പിച്ച് കൊടുക്കണോ നമ്മൾ? ഇല്ല, ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത വ്യക്തിയല്ലേ. അതെ, ജീവിച്ചിരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പൂരിപ്പിക്കേണ്ടതില്ല, പൂരിപ്പിച്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് പൂരിപ്പിക്കേണ്ട. ജീവിച്ചിരിക്കാത്ത ആൾക്കാർ അപ്പോൾ ബന്ധുവിന്റെ എപ്പിക് നമ്പർ എഴുതേണ്ട സ്ഥലത്ത് 2002 നമ്പറാണോ നിലവിലെ പുതിയ നമ്പറാണോ എഴുതേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഭാഗത്ത് 2002 വിവരങ്ങൾ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 2002 സംശയമൊന്നുമില്ല. ഉദാഹരണത്തിന് നിലവിലെ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ പരിശോധിച്ചാൽ ഒന്നെങ്കിൽ XXF ഒരു 5-6 നമ്പർ കാണും, അല്ലെങ്കിൽ GJK തുടങ്ങിയ നമ്പറുകളായിരിക്കും പുതിയ നമ്പറുകൾ. ചില ആളുകൾ തീരെ പഴകിയ കാർഡുകളുടെ 0031 അങ്ങനെയൊക്കെ ആയിരിക്കും നമ്പർ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ മാത്രമാണ് ഈ ഭാഗത്ത്. ഇതിനകത്ത് ഇപ്പൊ എഴുതുന്നതിനകത്ത് ബന്ധു ഇപ്പൊ ജീവനോടെ ഇല്ല എന്ന് കരുതുക, അപ്പോഴും എഴുതാമല്ലോ. തീർച്ചയായിട്ടും അച്ഛനോ മുത്തശ്ശനോ ഒന്നും ചിലപ്പോൾ ജീവനോടെ പേര് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ 2002 ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി 2002 വിവരങ്ങൾ എങ്ങനെ എടുക്കും? അതാണ് നേരത്തെ പറഞ്ഞത്. ഈ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞത്, ഭാഗം നമ്പർ, അതായത് ബൂത്ത് നമ്പർ, സീരിയൽ നമ്പർ, മണ്ഡലത്തിന്റെ നമ്പർ, ഇവയെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. BLO വരുമ്പോൾ BLOയുടെ കയ്യിൽ ഈ പറയുന്ന 2002 വോട്ടർ പട്ടിക അവരുടെ കയ്യിൽ കാണും. അവർ സഹായിക്കും. അല്ലെങ്കിൽ അവരോട് ഈ പറയുന്ന നമ്മളിപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല, ആ സമയത്ത് നമുക്ക് BLOയോട് നമുക്ക് ഫോണിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരും കേട്ടോ, എന്റെ പേര് ഇങ്ങനെയാണ്, അപ്പൊ എനിക്ക് വിവരങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് തരാൻ മധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ലിങ്കിലൂടെ നമുക്ക് വിളിച്ചാൽ മതി, BLOമാരെ വിളിച്ചാൽ മതി. ജില്ല മാറിയവരും മണ്ഡലം മാറിയവരും താമസം മാറിയവരും 2002 വിവരങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ ജില്ല മാറിപ്പോയി, താമസിച്ചു, എൻ്റെ ജില്ല വേറെയായി. ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിലാണ്, എറണാകുളത്താണ് താമസം, ഇപ്പൊ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവിടുത്തെ വിവരങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്ന രീതി എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ച് അവിടുത്തെ BLOയുടെ കയ്യിൽ നിന്നും നമുക്ക് വിളിച്ചാൽ അതിപ്പോ ഇച്ചിരി ചടങ്ങാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, നമ്മുടെ 2002 വിവരം കിടക്കുന്നത് അവിടെയാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ BLOയുടെ വിളിച്ച് ഒന്നെങ്കിൽ BLOയുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം.
അതല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗം. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ജനനത്തീയതി എങ്ങനെ എഴുതണം? ആധാർ കാർഡിൽ എഴുതണോ, വോട്ടർ ID കാർഡിൽ എഴുതണോ? രണ്ട് ജനനത്തീയതി വന്നു പോയവർ എന്ത് ചെയ്യും? നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ്? ആധാറിൽ എഴുതണോ, വോട്ടർ ID കാർഡിൽ എഴുതണോ? ഇപ്പോഴുള്ള വോട്ടർ ID കാർഡിൽ എഴുതണോ? അങ്ങനെ വ്യത്യാസം ഭൂരിഭാഗം ആൾക്കാർ വരാറില്ല. വരുന്നവരുണ്ടെങ്കിൽ ആധാർ കാർഡ് അല്ല വോട്ടർ ID കാർഡ് സ്വീകരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഇപ്പോൾ നിലവിൽ നമ്മൾ ആധാറാണ് തീയതിയാണ് സ്വീകരിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംശയം. ഇപ്പോൾ ഒരു സംശയം കൂടിയുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത്. അപ്പം ഇവരുടെ രണ്ടുപേരും ഇല്ലാത്ത ആളുകൾ, അച്ഛനോ അമ്മയോടെ ഒന്നും രേഖകളില്ല, 2002 രേഖകളിലില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അച്ഛൻ്റെയോ അമ്മയുടെ പേരില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സഹോദരങ്ങളുടെ പേര് കാണാം. സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ എഴുതുക, എന്നിട്ട് അതിനകത്ത് ബന്ധം സൂചിപ്പിച്ചാൽ മതി. ഇപ്പം മൂത്ത ജ്യേഷ്ഠൻ, പക്ഷേ അപ്പോഴും ആ സഹോദരൻ്റെ അച്ഛൻ വേണമല്ലോ, അയാളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ വേണം എന്നുള്ളത്. അങ്ങനെ വരുന്നവരാണ് സാധാരണ ഈ 2002 നിന്ന് ഇല്ലാത്തവരുടെ പേര് വിവരങ്ങൾ വരുന്നത്. പക്ഷേ അത് വളരെ കുറവായിരിക്കും സാധ്യതയുള്ളൂ. മിക്കവാറും ആളുകൾക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2002 ഉള്ള അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ഉണ്ടാവാനാണ് സാധ്യത. മരിച്ചുപോയവരുടെ എന്യൂമറേഷൻ ഫോം എന്ത് ചെയ്യണം? അത് വാങ്ങി വീട്ടിൽ തന്നെ വെക്കണോ അതോ തിരിച്ചു നൽകണോ? മരിച്ചുപോയവരുടെ എന്യൂമറേഷൻ ഫോം നമുക്ക് ഈ പറയുന്ന BLO ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത് നൽകിക്കൊള്ളാൻ പറഞ്ഞിരുന്നു. ഇപ്പം എന്തായാലും പൂരിപ്പിക്കാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും, ഡെത്തായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. തിരിച്ചു തരണം, പൂരിപ്പിക്കേണ്ടതില്ല. നിലവിലെ വോട്ടർ പട്ടികയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ഫോമിൽ അതേപടി തന്നെ എഴുതണോ അല്ലെങ്കിൽ തിരുത്തി എഴുതണോ? ഇപ്പോൾ പേര് എഴുതുന്നതിനകത്ത് ദൃഷ്ടദ്യുമ്നൻ എന്നാണ് പേര്, അതിനകത്ത് D തെളിഞ്ഞിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു വോട്ടറുടെ പേര് എന്തായാലും നിലവിലെ പേര് വിവരങ്ങൾ മുകളിൽ തന്നെ പ്രിന്റ് ചെയ്ത് കാണും. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അതിൽ നമ്മൾ തെറ്റുണ്ടെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ തിരുത്താനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നിലവിൽ SIR നടപടി നടക്കുന്നതുകൊണ്ട് ആളുകളുടെ പേര് ചേർക്കലോ തിരുത്തലോ ഒന്നും ഇപ്പോൾ നടക്കില്ല. അത് പിന്നീട് SIR നടപടികൾ പൂർത്തിയായതിനു ശേഷം അതിനുള്ള അവസരം വരുന്നതായിരിക്കും. ഇനി പിതാവ് രക്ഷകർത്താവ് എന്ന് എഴുതുന്ന സ്ഥലത്ത് രക്ഷകർത്താവ് ആരാണെന്നാണ് സംശയം. അപ്പോൾ അത് പിതാവിനെ തന്നെ എഴുതുക, പിതാവില്ലെങ്കിൽ മാതാവ്, അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഇതാണ് പിതാവ് രക്ഷിതാവിന്റെ പേര്, പിതാവ് ഓർ രക്ഷിതാവ്, ഇത് രണ്ടും എഴുതണോ എന്നായിരിക്കും ആൾക്കാർ. അല്ല, പിതാവിന്റെ പേര് എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാവും കേട്ടോ. നമ്മുടെയൊക്കെ ചില വീടുകളിൽ പോകുമ്പോഴേ ഒരുപാട് സംശയങ്ങളായിരിക്കും. അപ്പം ഇനി അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിതാവും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട്, ആരുടെ എഴുതണം എന്നുള്ളതാണ്. ഹസ്ബൻഡിന്റെ പേര് എഴുതാൻ അവിടെ സ്ഥലമുണ്ട്, ഹസ്ബൻഡിന്റെ പങ്കാളിയുടെ പേര്. ഇനിയിപ്പം ഈ ഹസ്ബൻഡ് തന്നെയാണ് അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ അത് എഴുതിയാലും തെറ്റുണ്ട് അല്ലേ? ഇവിടെ പിതാവിന്റെ എഴുതാൻ പാടും. പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിതാവിന്റെ എഴുതാൻ പാടും. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് പിതാവ് ഇല്ലെങ്കിൽ മാത്രം, എന്ന് വെച്ചാൽ ജീവനോടെ ഇല്ലെങ്കിൽ എന്നല്ല, പിതാവ് എന്ന കോളത്തിന് പകരം വേറെ ആരുടെയെങ്കിലും ഗാർഡിയന്റെ പേര് എഴുതിയിട്ടുള്ളവരുണ്ട്, വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അത് മാത്രമാണ്. അപ്പോൾ ഇത് പങ്കാളിയല്ല, പിതാവാണ് കേട്ടോ. ഇനി ഫോം എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതില്ല. അത് ജസ്റ്റ് ഒരൊറ്റ വെട്ടിയിട്ട് അപ്പുറത്ത് മാറ്റി കൃത്യമായ വിവരങ്ങൾ വായിക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ് മാർഗം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ BLO വീട്ടിൽ വരാത്ത വോട്ടർമാർ എന്ത് ചെയ്യണം? അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് BLOമാരെ, സുൽഖാനെ പോലുള്ളവരെ. BLOമാരിന് ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു 95% എന്തായാലും പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും പൂർത്തിയാക്കിയ ആളുകളുണ്ട്. ചില ആളുകൾ നമുക്ക് കണ്ടു കിട്ടാത്ത പലതവണ പോയിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ബൂത്തിൽ തന്നെയാണെങ്കിൽ ഒരാളുടെ ഒരു വിലാസം നമുക്ക് നാട്ടുകാരോട് ചോദിച്ചിട്ട് പോലും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അത്തരം ചുരുക്കം കാര്യങ്ങൾ വെച്ചാൽ BLOമാർ ഈ പറയുന്ന ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് മിക്കവാറുമുള്ള സംശയങ്ങളിൽ പലതും നമ്മൾ ഇതുവഴി തീർത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ സുൽഖുമാറെ. ഇത് ശരിക്കും ഒരു 1.5 പണിയാണ് BLOമാർക്ക് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ. ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും അങ്ങനെയല്ല, ഇവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത്രയും പേര് 1600 പേരോളം ചില ഇടങ്ങളിലുണ്ട്. അത്രയും ആളുകളുടെ സംശയം തീർക്കണം. പിന്നെ എത്ര പറഞ്ഞാലും സംശയം തീരാത്ത മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ആളുകൾ വിളിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സംശയം തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് നമ്മളുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ താങ്ക് യു സുനിൽ, വളരെ കൃത്യമായിട്ട് സുനിൽ വിശദീകരിച്ചു. സുനിലിൻ്റെ ബൂത്തിലുള്ളവരൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. സുനിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. ബാക്കി കാര്യങ്ങൾ ഞാൻ സുനിലിനോട് ചോദിക്കുന്നില്ല. എനിക്കറിയാം സുനിലിന് സമ്മർദ്ദവും ബുദ്ധിമുട്ടും ഒക്കെ സുനിലിനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ